24/7 കഴിഞ്ഞിട്ടാണ് വെട്രിവേലും കിടാരിയും ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹത്തിൽ സിനിമയിൽ വന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്ക് ഭയങ്കര പ്രശ്നം വെച്ചാൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതാണ്ടാണ് ലവ് 24/7 ചെയ്യണേ. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അത് ഞാൻ അടുത്ത കൊല്ലം എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് PGക്ക് ചേരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ എൻഡിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇയറിൽ അവർ ആ സമയത്തേക്ക് വരുമ്പോഴേ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ള സമയത്താണ് ഈ ഒരു സിനിമ വന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ വെട്രിവേല് ചെയ്യാൻ വേണ്ടി പോണേ. അവിടെ പോണെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ലവ് 24/7 അഭിനയിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സീനുകളും തന്നെ ഒരു ടേക്ക് 2 ടേക്കിലൊക്കെ ഓക്കെ ആവും. അവിടെ ചെന്നിട്ട് 30-35 ടേക്കായിട്ട് ഇത് ഓക്കെ ആവണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനിയനായിട്ട് അഭിനയിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു ഡയലോഗ് പറയുന്ന സീനാണ്. പക്ഷെ അതിൽ പറയുമ്പോൾ ക്ലോസപ്പ് വെച്ചിട്ട് അതായത് കണ്ണ് ഇങ്ങനെ അല്ലെ കണ്ണ് ബ്ലിങ്ക് ആവുന്നതിനാണ് ഇവർ 35 ടേക്ക് എടുക്കുന്നത്. അതായത് അവർ പറയുന്നത് വെച്ചാൽ ഒരു സെന്റൻസിൽ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ആവാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഒരിക്കലും അങ്ങനെ നോട്ടീസ് ചെയ്യാത്ത സാധനങ്ങളാണ് അവിടെ ഞാൻ എക്സ്പീരിയൻസ്. അതായത് കുറെ സാധനങ്ങൾ ക്ലോസപ്സിൽ ഇത്ര സമയത്ത് ഇന്ന സമയത്ത് ബ്ലിങ്ക് ആവാൻ പാടുള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസം കഴിയുമ്പോൾ ഞാൻ ബാലിച്ചനെ വിളിച്ചത് നടക്കുന്നു പറഞ്ഞു വിടുമായിരിക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് വെട്രിവേലിന് ശേഷമാണ് സിനിമ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചത്. അതിനൊരു മെയിൻ റീസൺ ഒന്ന് ശശികുമാർ സാറും ഒന്ന് ക്യാമറാമാൻ സാർ ഖത്തർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ്. അപ്പൊ അവര് രണ്ടുപേരുമാണ് ഞാൻ സിനിമ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം. അതിനുശേഷം ഞാൻ അവിടുന്ന് വെട്രിവേല് കഴിഞ്ഞു, കിടാരിയും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വേറൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ക്ലോസിൽ അപ്പൊ എനിക്കറിയാലോ ഞാൻ ഇവിടെ വന്നിട്ടേ ഞാനൊന്ന് കണ്ണടച്ചു. അപ്പൊ കണ്ണടച്ചില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് വേറൊരു സ്കൂളും ഇത് വേറൊരു സ്കൂളും ആണ് എന്നുള്ളത്. ശശികുമാർ സാറിനെ പറ്റി ആദ്യം ആലോചിക്കുന്ന സമയത്തേക്ക് നമ്മൾ അരിപിറക്കിയ സീനാണ് ആദ്യം ഓർമ്മ. ആദ്യം ഇവര് പറയില്ല എന്താ പ്രശ്നം ഒന്നും പറയില്ല. ചിലപ്പോ ആദ്യത്തെ ദിവസം പോയിട്ട് ആദ്യത്തെ ദിവസം ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത ഷെഡ്യൂളിൽ ആണ് വരണ്ടേ. അപ്പൊ ഒരു ദിവസത്തെ ഷൂട്ടിന് ഞാൻ പോയപ്പോ സോങ് ആണ് എടുക്കണേ, ഉന്നെ പോലെ ഒരുത്തന എന്ന് പറഞ്ഞിട്ടൊരു സോങ്. അപ്പൊ ഇവരെന്നോട് പറയാം അവിടെ പോയി നിന്നിട്ട് നാണിക്കാൻ പറയും. അപ്പൊ ഞാൻ അവിടെ പോയി നിന്ന് നാണിച്ച് കഴിയുമ്പോൾ ഇവര് ക്യാമറ എടുത്തിട്ട് പോകും. അപ്പൊ ഞാൻ ഇത് നന്നാവാത്തോണ്ടാണോ നമ്മളിതൊന്നും പറയില്ല. അപ്പൊ ക്യാമറമാൻ പോയ കഴിഞ്ഞാൽ പുള്ളിയുടെ പുറകെ എല്ലാരും പോകും. കുറച്ച് കഴിയുമ്പോൾ അവരെ വേറൊരു സ്ഥലത്ത് ഷോട്ട് വെച്ചിട്ട് വിളിക്കും. അവിടെ വന്നിട്ട് എന്നോട് പറയും അവിടെ ഇന്നൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്തോണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് പോകും. അവസാനം എന്നിട്ട് വൈകുന്നേരം ആയപ്പോ ഞാൻ പോവാണെന്ന് പറയാൻ വേണ്ടിട്ട് ശശികുമാർ സാറിന്റെ അടുത്ത് പോയി. അപ്പൊ ഞാൻ ഇറങ്ങാണ്, നമുക്ക് പറഞ്ഞാ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിട്ടു. എന്നിട്ട് തിരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ പുള്ളിയുടെ സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഐ മീൻസ് തുടങ്ങി വേറെ ആരുടെ പേരാണ് കണ്ടത്. അപ്പൊ ഞാൻ ഇപ്പം എന്നെ മാറ്റിണ്ടാവും. അത് എനിക്ക് അവർക്ക് വർക്ക് ആവാത്തോണ്ടായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.